ഇനി നമുക്ക് ലെഗ്സ് ഉണ്ടാക്കണം. 4 ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഒരു മാജിക് റിങ് ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ 6 സിംഗിൾ ക്രോഷ്യേസ് നമ്മൾ ചെയ്തെടുത്തു. ഇനി ഈ റൗണ്ട് നമുക്ക് ക്ലോസ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് റൗണ്ട് വരുന്നത് 6 ഇൻക്രീസസ് ആണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ 12 സിംഗിൾ ക്രോഷ്യേസ് കിട്ടും. ഇനി വരുന്നത് തേർഡ് റൗണ്ടാണ്. തേർഡ് റൗണ്ട് വരുന്നത് 3 സിംഗിൾ ക്രോഷ്യ, അത് കഴിഞ്ഞിട്ട് ഒരു ഇൻക്രീസ്. അത് 3 ടൈംസാണ് നമുക്ക് ചെയ്യേണ്ടത്. 3 സിംഗിൾ ക്രോഷ്യയിലും ഓരോരോ സിംഗിൾ ക്രോഷ്യ ചെയ്യാം, ദെൻ ഒരു ഇൻക്രീസ് ചെയ്യാം. അങ്ങനെ അപ്പോൾ നമുക്ക് ടോട്ടൽ 15 സിംഗിൾ ക്രോഷ്യേസ് കിട്ടും. ഇപ്പം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫോർത്ത് റൗണ്ട് വെച്ചാൽ നമുക്ക് ഈ ബാക്ക് ലൂപ്പിലൂടെ മാത്രമാണ് ചെയ്യേണ്ടത്. ഇത് ഫ്രണ്ട് ലൂപ്പ്, അത് ബാക്ക് ലൂപ്പ്. ഈ ബാക്ക് ലൂപ്പിലൂടെ മാത്രമാണ് നമുക്ക് ചെയ്യേണ്ടത്. അതും 15 സിംഗിൾ ക്രോഷ്യേസാണ് നമുക്ക് ചെയ്യേണ്ടത്. അത് റൗണ്ട് 5 മുതൽ 7 വരെ നമുക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ റൗണ്ട് 7 വരെ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ യാണൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്, യെല്ലോ കളറിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് റോ 8 മുതൽ 13 വരെ നമുക്ക് 15 സിംഗിൾ ക്രോഷ്യനെ കണ്ടിന്യൂ ചെയ്യാം. റൗണ്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലത്തെ 3 കൂടി നമുക്ക് ഉണ്ടാക്കണം. അങ്ങനെ 4 നമുക്ക് വേണം. അപ്പം ഞാൻ 4 ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ബോഡി പാർട്ട് ചെയ്യാം. ഇനി നമുക്ക് നെക്സ്റ്റ് ബോഡി പാർട്ടാണ് ചെയ്യേണ്ടത്. അതിനായിട്ട് ഫസ്റ്റ് ഞാനൊരു ചെയിൻ 17 ചെയ്തിട്ടുണ്ട്. ദെൻ നമുക്ക് ആ ഒരു ലാസ്റ്റ് ചെയിൻ നമുക്ക് സ്കിപ്പ് ചെയ്തിട്ട് അതിൻ്റെ തൊട്ടടുത്ത ചെയിനിൽ നമുക്ക് ഇൻക്രീസസ് ചെയ്യാം. 2 സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. രണ്ട് സിംഗിൾ ക്രോഷ്യ ചെയ്യുന്നുണ്ട്. ദെൻ നമുക്ക് 14 സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. 1 2 അതുപോലെ 14 നമുക്ക് ചെയ്ത് കൊടുക്കാം. ദെൻ ലാസ്റ്റ് സ്റ്റിച്ചിൽ നമുക്ക് 4 സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. സെയിം സ്റ്റിച്ചിൽ തന്നെ 4 സിംഗിൾ ക്രോഷ്യ നമുക്ക് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റ് സ്റ്റിച്ചിൽ 4 ആണ് ചെയ്യുന്നത്. ദെൻ നമുക്ക് 14 സിംഗിൾ ക്രോഷ്യ ചെയ്യാം. നമ്മൾ കൗണ്ട് ചെയ്യാൻ മറന്നു പോകരുത്, കാരണം കൗണ്ട് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കിതിൽ ഒന്ന് തെറ്റിപ്പോയാൽ അതിൽ ഷേപ്പൊക്കെ നമുക്ക് മാറിപ്പോവും. അപ്പോൾ അത് കൗണ്ട് ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ഇത് ടോട്ടലി ഈ ഒരു റൗണ്ട് കഴിയുമ്പോൾ നമുക്ക് 36 സിംഗിൾ ക്രോഷ്യേഴ്സ് ആയിരിക്കും കിട്ടുക. അതുപോലെ ലാസ്റ്റ് ഈ സ്റ്റിച്ചിൽ നമ്മൾ ചെയ്യണത് 2 സിംഗിൾ ക്രോഷ്യ തന്നെയാണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ആ ഒരു സ്റ്റിച്ചിൽ തന്നെ 2 സിംഗിൾ ക്രോഷ്യേഴ്സും കൂടി ചെയ്ത് കൊടുത്തിട്ട് ആ റൗണ്ട് നമുക്ക് ക്ലോസ് ചെയ്ത് കൊടുക്കാം.
ഈ നെക്സ്റ്റ് റൗണ്ട് വരുന്നത് ഫസ്റ്റത്തെ ഒരു സ്റ്റിച്ചിൽ നമുക്ക് ഇൻക്രീസസ് ചെയ്ത് കൊടുക്കാം. ആ സെയിം സ്റ്റിച്ച് തന്നെ ഇൻക്രീസസ് ചെയ്ത് കൊടുക്കാം. ദെൻ നമുക്ക് ഒരു സിംഗിൾ ക്രോഷേ ചെയ്യാം. നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷേ, ദെൻ നെക്സ്റ്റിൽ ഒരു ഇൻക്രീസ്, ദെൻ 12 സിംഗിൾ ക്രോഷേസ് ചെയ്തെടുക്കാം. 1 2 3 അതുപോലെ 12 എണ്ണം ചെയ്തെടുക്കാം. 12 ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റിച്ചിൽ നമുക്കൊരു ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. ദെൻ 1 സിംഗിൾ ക്രോഷേ, പിന്നെ അടുത്ത 2 സ്റ്റിച്ചിൽ നമുക്ക് ഇൻക്രീസ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു സ്റ്റിച്ചിലും അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റിച്ചിലും നമുക്ക് ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 2 സ്റ്റിച്ചിൽ നമ്മൾ ഇൻക്രീസ് ചെയ്ത് കൊടുത്തു. ഇനി നെക്സ്റ്റ് സ്റ്റിച്ചിൽ 1 സിംഗിൾ ക്രോഷേ, ദെൻ നെക്സ്റ്റ് ഒരു ഇൻക്രീസ്, ദെൻ അഗെയിൻ നമുക്ക് 12 സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. 12 സിംഗിൾ ക്രോഷേ ചെയ്തെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഒരു ഇൻക്രീസ് ചെയ്യാം. ദെൻ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു സിംഗിൾ ക്രോഷേ ചെയ്യാം. ലാസ്റ്റ് സ്റ്റിച്ചിൽ നമുക്കൊരു ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ടോട്ടൽ നമുക്ക് 44 സിംഗിൾ ക്രോഷേസ് ആയിരിക്കും ഇവിടെ കിട്ടിയിട്ടുണ്ടാവുക. ഇനി നമുക്ക് ആ റൗണ്ട് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഒരു ചെയിൻ സ്റ്റിച്ച് ഇടാം. ഇനി വരുന്നത് റൗണ്ട് 3 ആണ്. റൗണ്ട് 3ൽ ഫസ്റ്റ് നമ്മളൊരു ഇൻക്രീസ് ചെയ്യാം. ദെൻ 1 സിംഗിൾ ക്രോഷേ, അടുത്ത സ്റ്റിച്ചിൽ ഒരു ഇൻക്രീസ്, അത് കഴിഞ്ഞ് നമുക്ക് 16 സിംഗിൾ ക്രോഷേ ചെയ്തെടുക്കാം. ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റിച്ചിൽ വരുന്നത് ഇൻക്രീസ്, ദെൻ 1 സിംഗിൾ ക്രോഷേ, അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് 1 സിംഗിൾ ക്രോഷേ, അത് കഴിഞ്ഞിട്ട് 2 സ്റ്റിച്ചിൽ നമുക്ക് ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റിൽ ഇൻക്രീസ് ചെയ്തു, ദെൻ നെക്സ്റ്റിൽ നമുക്ക് ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് 1 സിംഗിൾ ക്രോഷേ, ദെൻ ഒരു ഇൻക്രീസ്. ഇനി നമുക്ക് 16 സിംഗിൾ ക്രോഷേ ചെയ്യാം. 16 സിംഗിൾ ക്രോഷേ ചെയ്ത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഒരു ഇൻക്രീസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഒരു സിംഗിൾ ക്രോഷേ, ദെൻ ലാസ്റ്റ് സ്റ്റിച്ചിൽ ഒരു ഇൻക്രീസ്. അപ്പോൾ നമുക്ക് ടോട്ടൽ 52 കിട്ടിയിട്ടുണ്ടാവും. 52 സിംഗിൾ ക്രോഷേ ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. ഇനി ആ റൗണ്ട് ക്ലോസ് ചെയ്തു. ഇനി നമുക്ക് റൗണ്ട് 4 ആണ് വരുന്നത്. റൗണ്ട് 4ൽ ഫസ്റ്റ് 2 സിംഗിൾ ക്രോഷേ ചെയ്തു. ഇനി നമുക്ക് ലെഗ്സ് ജോയിൻ ചെയ്ത് കൊടുക്കാം. നമുക്ക് 5 സ്റ്റിച്ചസ് ആണ് ഇതിൽ എടുക്കേണ്ടത്. നമ്മൾ 5 സ്റ്റിച്ചസിലൊരു മാർക്കർ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫസ്റ്റ് ലെഗ് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ലെഗിലെ 5 സിംഗിൾ ക്രോഷേസും അതുപോലെ തന്നെ നമ്മുടെ ബോഡി പാർട്ടിലെ 5 സിംഗിൾ ക്രോഷേസും നമുക്ക് ജോയിൻ ചെയ്തിട്ട് ഓരോരോ സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്തിട്ട് ഓരോ സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. 1 ചെയ്തു, 2, 3, 4 ആൻഡ് ലാസ്റ്റ് 5. അപ്പോൾ ലെഗ്സിൽ നമുക്ക് ബാക്കി 10 സിംഗിൾ ക്രോഷേസ് ഉണ്ടാവും. ലാസ്റ്റത്തും കൂടെ ചെയ്ത് കൊടുത്തു. ഇപ്പം നമ്മളിന്ന് കൗണ്ട് ചെയ്യുന്നുണ്ട്. ലെഗ്സിൽ ബാക്കി 10 സിംഗിൾ ക്രോഷേ ഉണ്ട്. ഇനി ബാക്കി നമുക്ക് നെക്സ്റ്റ് 12 സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. ചെയ്തെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് സെക്കൻഡ് ലെഗും കൂടെ ജോയിൻ ചെയ്ത് കൊടുക്കാം. അതിന് നമുക്ക് 5 ആണ് ബോഡി പാർട്ടിൽ നിന്ന് വേണ്ടത്. അതുപോലെ തന്നെ ലെഗിൻ്റെ പാർട്ടിൽ നിന്നും 5. നമുക്ക് അതൊന്ന് ജോയിൻ ചെയ്തിട്ട്
ഓരോ സിംഗിൾ ക്രോഷ്യ വീതം 5 സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് വൺ, സെക്കൻഡ് വൺ, തേർഡ്, ഫോർത്ത് ആൻഡ് ലാസ്റ്റ് അഞ്ചാമത്തതും കൂടെ നമ്മൾ ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് 4 സിംഗിൾ ക്രോഷ്യ ചെയ്തെടുക്കാം. 1 2 3 ആൻഡ് 4. നമുക്കിനി മൂന്നാമത്തെ ലെഗും കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്, 5 വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ അതും ജോയിൻ ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് 12 സിംഗിൾ ക്രോഷ്യ ചെയ്തെടുക്കാം. അപ്പം ഞാൻ 12 സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ലാസ്റ്റ് ലെഗും കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതും കൂടെ ഒന്ന് ജോയിൻ ചെയ്തെടുത്തിട്ട് വരാം. ഈ ലാസ്റ്റ് ലെഗ് ജോയിൻ ചെയ്തതിന് ശേഷം ഫസ്റ്റ് നമ്മൾ 2 സിംഗിൾ ക്രോഷ്യ ചെയ്തില്ലേ, അതുപോലെ 2 സിംഗിൾ ക്രോഷ്യ ഉണ്ടാവും. അതുകൂടെ ആ ഒരു റൗണ്ട് നമുക്ക് ക്ലോസ് ചെയ്യാം. നെക്സ്റ്റ് റൗണ്ട് നമുക്ക് ചെയ്യേണ്ടത്, നെക്സ്റ്റ് റൗണ്ട് വരുന്നത് ആദ്യം 2 സിംഗിൾ ക്രോഷ്യ ചെയ്തെടുത്തു. ഇനി ലെഗിൻ്റെ പോർഷനിലുള്ള 10 സിംഗിൾ ക്രോഷ്യ നമുക്ക് ചെയ്തെടുക്കാം. ലെഗ് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ബാക്കിയുള്ള 12 സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. ബോഡി പാർട്ടിലെ 12 സിംഗിൾ ക്രോഷ്യ. 1 2 3 അതുപോലെ 12 എണ്ണം ചെയ്തെടുക്കാം. ദെൻ സെക്കൻഡ് ലെഗിലേക്ക് പോവാം. 12 ചെയ്തതിന് ശേഷം 10 നമ്മൾ ലെഗിൽ ചെയ്ത് കൊടുക്കാം. 10 സിംഗിൾ ക്രോഷ്യ നമുക്ക് ലെഗിൽ ചെയ്ത് കൊടുക്കാം. അത് ചെയ്തു. ദെൻ നമുക്ക് 4 സിംഗിൾ ക്രോഷ്യ ഉണ്ടാവും, അത് ചെയ്ത് കൊടുക്കാം. നമുക്ക് മൂന്നാമത്തെ ലെഗിൽ 10 ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് 12 സിംഗിൾ ക്രോഷ്യ ബോഡി പാർട്ടിൽ ചെയ്തെടുക്കാം. ദെൻ ലാസ്റ്റ് ലെഗിൽ 10. ഇനി ലാസ്റ്റ് 2 സിംഗിൾ ക്രോഷ്യേസും കൂടി ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ റൗണ്ട് ഒന്ന് ക്ലോസ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു സ്ട്രക്ചറാണ് നമുക്ക് ഫസ്റ്റ് കിട്ടുന്നത്. ഇപ്പോൾ നമുക്ക് ടോട്ടൽ 72 സിംഗിൾ ക്രോഷ്യേസ് കിട്ടിയിട്ടുണ്ടാവും ഇതിന് ചുറ്റുമായിട്ട്. ഇനി നമുക്ക് 6th റൗണ്ട് മുതൽ 20th റൗണ്ട് വരെ നമുക്ക് ഈ ഒരു പാറ്റേൺ തന്നെയാണ് ചെയ്യേണ്ടത്. 72 സിംഗിൾ ക്രോഷ്യ ആയിരിക്കും നമുക്ക് ടോട്ടൽ വേണ്ടുന്നത്. 15 റൗണ്ട്സ് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കണം. 72 സിംഗിൾ ക്രോഷ്യ വെച്ചിട്ട് 15 റൗണ്ട് നമുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ 15 റൗണ്ട്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ടോട്ടൽ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 റൗണ്ട്സും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് 21st റൗണ്ട് 21ാമത്തെ റൗണ്ട് നമ്മളെങ്ങനെ ചെയ്യേണ്ടത് വെച്ചാൽ ആദ്യം നമുക്ക് 12 സിംഗിൾ ക്രോഷ്യ ചെയ്തെടുക്കാം. ആദ്യം ചെയ്യേണ്ടത് 12 സിംഗിൾ ക്രോഷ്യ. 1 2
3 4 ഇതുപോലെ 12 ചെയ്തെടുത്തു. ഇനി നമുക്ക് 4 സിംഗിൾ ക്രോഷേ ദെൻ ഒരു ഡിക്രീസ്. ഈ 4 സിംഗിൾ ക്രോഷേ ഒരു ഡിക്രീസ് ഇതുള്ളത് നമുക്ക് 8 ടൈംസ് ചെയ്യണം. ഈ 4 സിംഗിൾ ക്രോഷേ ഡിക്രീസ് 8 ടൈംസ് നമുക്ക് ചെയ്യാം. അപ്പോൾ ബാക്കി വരുന്നത് 12 സിംഗിൾ ക്രോഷേ ആയിരിക്കും. അപ്പോൾ ഈ റൗണ്ടിലെ പാറ്റേൺ ഇതാണ്. ആദ്യം 12 സിംഗിൾ ക്രോഷേ ചെയ്തു, ദെൻ 4 സിംഗിൾ ക്രോഷേ ഡിക്രീസ് അത് മാത്രം ഒരു 8 ടൈംസ് നമുക്ക് ചെയ്തെടുക്കാം. ദെൻ ലാസ്റ്റ് 12 സിംഗിൾ ക്രോഷേ ബാക്കി ഉണ്ടാവും, അതും കൂടെ ചെയ്തെടുക്കാം. ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 64 സിംഗിൾ ക്രോഷേസ് ആയിരിക്കും കിട്ടുന്നത്. നമ്മൾ എപ്പോഴും ഏത് റൗണ്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാലും നമ്മളൊന്ന് കൗണ്ട് ചെയ്ത് നോക്കണം, നമ്മൾ കറക്റ്റ് നമ്പറാണോ നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്ന്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളിത് ചെയ്യുമ്പോൾ. ഇത് ഇൻവിസിബിൾ ആയിട്ടുള്ള ഡിക്രീസസ് ആണ് ചെയ്യുന്നത്. അങ്ങനെ ആ റൗണ്ട് കംപ്ലീറ്റ് ആക്കി. നെക്സ്റ്റ് റൗണ്ട് 22ാമത്തെ റൗണ്ട് ഫസ്റ്റ് 12 സിംഗിൾ ക്രോഷേസ് നമുക്ക് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് 3 സിംഗിൾ ക്രോഷേ ഡിക്രീസ് എന്നുള്ള പാറ്റേൺ 8 ടൈംസ് നമുക്ക് ചെയ്തെടുക്കാം. ആദ്യം 12 സിംഗിൾ ക്രോഷേ, ദെൻ 3 സിംഗിൾ ക്രോഷേ ഡിക്രീസ് 8 ടൈംസ്. നേരത്തെ റൗണ്ടിൽ 4 സിംഗിൾ ക്രോഷേ ഡിക്രീസ് നമ്മൾ 8 ടൈംസ് ചെയ്തു. ഈ റൗണ്ടിൽ 3 സിംഗിൾ ക്രോഷേ ഇൻക്രീസ് നമ്മൾ 8 ടൈംസ് ചെയ്തു. ലാസ്റ്റ് ഒരു 12 സിംഗിൾ ക്രോഷേസും കൂടി ഉണ്ടാവും. അപ്പോൾ അതും കൂടെ നമുക്ക് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ നമുക്ക് ടോട്ടൽ 56 സിംഗിൾ ക്രോഷേസ് ആയിരിക്കും ഈ റൗണ്ടിൽ നമുക്ക് കിട്ടുക. ഇനി 23ാമത്തെ റൗണ്ട് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ 12 സിംഗിൾ ക്രോഷേ ചെയ്തു, ദെൻ 2 സിംഗിൾ ക്രോഷേ ഡിക്രീസ്. ഈ 2 സിംഗിൾ ക്രോഷേ ഡിക്രീസ് നമ്മൾ 8 ടൈംസ് ചെയ്തു. ദെൻ ലാസ്റ്റ് ആയിട്ട് നമ്മൾ 12 സിംഗിൾ ക്രോഷേ ചെയ്തു. ആ റൗണ്ട് കംപ്ലീറ്റ് ആക്കി. അപ്പം നമുക്ക് 48 സ്റ്റിച്ചസ് ആയിരിക്കും നമുക്ക് കിട്ടുക. 48 സിംഗിൾ ക്രോഷേസ് ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ഈ റൗണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ഈ റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് 24ാമത്തെ റൗണ്ട് വരുന്നത്, ആദ്യം നമ്മൾ 12 സിംഗിൾ ക്രോഷേ ചെയ്തു. ഇത് നമുക്ക് 24 സിംഗിൾ ക്രോഷേസ് നമുക്ക് സ്കിപ്പ് ചെയ്യണം. നമ്മളതിൽ സ്റ്റിച്ചൊന്നും ചെയ്യണ്ട. ആദ്യം 12 ചെയ്തതിന് ശേഷം 24ലും നമുക്ക് സ്റ്റിച്ച് ചെയ്യാതെ ലീവ് ചെയ്തിടാം. അത് കഴിഞ്ഞിട്ട് 12 സിംഗിൾ ക്രോഷേൻ്റെ അവിടെ നിന്നാണ് നമുക്ക് ചെയ്യേണ്ടത്. ഞാൻ അവിടെ ഒരു മാർക്കർ കൊടുത്തിട്ടുണ്ട്. 24 സിംഗിൾ ക്രോഷേ നമ്മൾ കൗണ്ട് ചെയ്തിട്ട് ഞാൻ അവിടെ ഒരു മാർക്കർ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് 12 കഴിഞ്ഞു, 24 എണ്ണം നമ്മൾ സ്കിപ്പ് ചെയ്തു, ദെൻ ലാസ്റ്റ് 12 ഉണ്ടാവും. ഇനി നമുക്ക് ഈ ഒരു റൗണ്ടിൽ നമുക്ക് ചെയ്തെടുക്കാം. ഇതതിൻ്റെ കഴുത്തിൻ്റെ പോർഷനാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാം. ഇനി മാർക്ക് ചെയ്ത് ആ റൗണ്ടിലേക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആ റൗണ്ടിലേക്ക് ഒരു സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. ദെൻ ബാക്കി 11 സിംഗിൾ ക്രോഷേസ് ഉണ്ടാവും. അത് നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാം.
അങ്ങനെ നമ്മൾ ആ റൗണ്ട് കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് 25 മുതൽ 27 വരെ, അതായത് 3 റൗണ്ട്സ് നമുക്ക് 24 സിംഗിൾ ക്രോഷേ വെച്ചിട്ട് തന്നെ ചെയ്യാം. അതിൻ്റെ ഇടയിൽ ഞാനിതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നെക്കിൻ്റെ പോർഷൻ ചെയ്തെടുക്കാം. അപ്പോൾ 25 മുതൽ 27 വരെയുള്ള റൗണ്ട്സ് 3 റൗണ്ട് നമുക്ക് 24 സിംഗിൾ ക്രോഷേ ചെയ്തെടുക്കാം. ഈ ഒരു പോർഷൻ മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. ഫസ്റ്റിലെ 12ഉം രണ്ടാമത്തെ 12ഉം, അങ്ങനെ ടോട്ടൽ 24. ഇതിപ്പോൾ 3 റൗണ്ട് നമ്മൾ ചെയ്തെടുത്തു. ഇനി നമുക്ക് 28ാമത്തെ റൗണ്ട് ഇനി നമുക്ക് 28th റോ ആണ് ചെയ്യാനുള്ളത്. അത് 6 സിംഗിൾ ക്രോഷേ ദെൻ ഒരു ഡിക്രീസ്. ആ ഒരു പാറ്റേൺ നമുക്ക് 3 ടൈംസ് ചെയ്തെടുക്കാം. ആദ്യം ഫസ്റ്റ് 6 സിംഗിൾ ക്രോഷേ ചെയ്യാം, ദെൻ ഒരു ഡിക്രീസ് ചെയ്യാം. 3 ടൈംസ് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ടോട്ടൽ 21 ആയിരിക്കും കിട്ടുക. 21 സിംഗിൾ ക്രോഷേസ് ആയിരിക്കും ലാസ്റ്റ് കിട്ടുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്പിൽ 29th മുതൽ 33 വരെ, അതായത് 5 റൗണ്ട്സ് നമുക്ക് 21 സിംഗിൾ ക്രോഷേ വെച്ചിട്ട് തന്നെ ചെയ്യാം. ഇതിപ്പോൾ ലാസ്റ്റ് റൗണ്ട് നമ്മൾ 33 വരുന്നത്, 33 വരെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഓപ്പൺ ആയിട്ടുള്ള ഭാഗം ഒന്ന് നമുക്ക് ക്ലോസ് ചെയ്ത് കൊടുക്കാം. അത് ഞാനൊരു എക്സ്ട്രാ നീഡിലാണ് എടുത്തിട്ടുള്ളത്, ത്രെഡും നീഡിലും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് ലൂപ്പ് വെച്ചിട്ട് കണക്ട് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ സെൻറ്ററിൽ നമ്മൾ തുടങ്ങുന്നുണ്ട്. ടോട്ടൽ 24 ആണ് നമ്മൾ സ്കിപ്പ് ചെയ്തത്. അതിന് ഹാഫ് വരുമ്പോൾ 12, ഓരോരോ ഭാഗത്തും 12 വെച്ചിട്ട് നമുക്ക് ഒന്ന്
സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിന് ഫ്രണ്ട് ലൂപ്പിലൂടെ എടുത്ത് നെക്സ്റ്റിലെ ഫസ്റ്റ് സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പിലൂടെ തന്നെ തിരിച്ചെടുത്ത് നമുക്കൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ 12 ടൈംസ് നമുക്ക് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ബോഡീൻ്റെ പാർട്ട് നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ലൂപ്പ് മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ ഓപ്പൺ ആയിട്ടുള്ള പോർഷൻ ഫുള്ള് സ്റ്റിച്ച് ചെയ്തു, കംപ്ലീറ്റ് ആക്കി. ഇനി നമുക്ക് യാണൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഏതെങ്കിലും ഒരു ഭാഗത്തിലൂടെ എടുത്തിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബോഡി പാർട്ട് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ നെക്കിൻ്റെ പോർഷനും കൂടെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് ഹെഡും ബോഡി പാർട്ടും കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതുപോലത്തെ ഒരു നീഡിലാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് യാണൊന്ന് കോർത്ത് കൊടുക്കാം. ഫസ്റ്റ് നമുക്ക് മുകളിൽ നിന്ന് തുടങ്ങാം. ലാസ്റ്റ് വരുന്ന ആ ചെയിൻ സ്റ്റിച്ചിൻ്റെ 2 ചെയിൻസിൻ്റെ സെൻറ്ററിലൂടെ നമുക്ക് നീട്ടിലൊന്നെടുക്കാം. 2 ചെയിൻ സ്റ്റിച്ചിൻ്റെ സെൻറ്ററിലൂടെ നീട്ടിൽ നമുക്ക് എടുക്കാം. ദെൻ താഴത്തെ ആ ഒരു ലാസ്റ്റ് ലെയറിൻ്റെ 2 സ്റ്റിച്ചിലൂടെയും കൂടി എടുക്കാം. അതിന് മുമ്പ് നമ്മൾ ബോഡി ഹെഡിൻ്റെ പൊസിഷൻ എങ്ങോട്ടേക്കാണ് എന്നുള്ളത് കറക്റ്റാക്കി വെക്കണം, എന്നിട്ടേ സ്റ്റിച്ച് ചെയ്യാൻ പാടുള്ളൂ. ഇതുപോലെ നമുക്കിത് കംപ്ലീറ്റ് ചെയ്തെടുക്കാം.
ഞാനിവിടെ കംപ്ലീറ്റ് ആയിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ബോഡി പാർട്സ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ടാസ്ക് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് അത് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തായാലും ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊരു ടൈൽ ഉണ്ടാക്കി കൊടുക്കാം. ഒരു വാല് വേണമല്ലോ, വാലുണ്ടാക്കി കൊടുക്കാം. ഫസ്റ്റ് നമ്മൾ മാജിക് റിങ്ങിൻ്റെ ഉള്ളിൽ 6 സിംഗിൾ ക്രോഷേ ചെയ്തെടുക്കാം. ദെൻ നെക്സ്റ്റ് റൗണ്ടിൽ ഒരു ഇൻക്രീസും ഒരു സിംഗിൾ ക്രോഷേ ദെൻ ഇൻക്രീസ്, അങ്ങനെ ടോട്ടൽ നമുക്ക് 9 സിംഗിൾ ക്രോഷേസ് കിട്ടും. അപ്പോൾ അത് ചെയ്തെടുക്കാം. ദെൻ 3 to 5 റൗണ്ട് വരുന്നത് ഈ 9 സിംഗിൾ ക്രോഷേ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് 3 റൗണ്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. 9 സിംഗിൾ ക്രോഷേ വെച്ചിട്ട് 3 റൗണ്ട് നമുക്ക് ചെയ്തെടുക്കാം. അതുപോലെ 6th റൗണ്ട് വരുന്നത് 1 സിംഗിൾ ക്രോഷേ ചെയ്യാം, ലാസ്റ്റ് ഒരു ഡിഗ്രീസ് ചെയ്യാം. ഇത് 3 ടൈംസ് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ടോട്ടൽ 6 ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. അപ്പോൾ ഈ ഒരു 3 റൗണ്ട് നമ്മൾ ചെയ്തെടുത്തിട്ട് വരാം. 3 അല്ല 4 റൗണ്ട് നമ്മൾ ചെയ്തെടുത്തിട്ട് വരാം. അങ്ങനെ ടോട്ടൽ നമ്മൾ 6th റൗണ്ടും കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ യാണിൻ്റെ കളറൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. നമുക്ക് യെല്ലോയിലേക്ക് മാറ്റാം. അത് കഴിഞ്ഞിട്ട് 7 to 14 റൗണ്ട്, അതായത് 8 റൗണ്ട് നമുക്ക് ഈ 6 സിംഗിൾ ക്രോഷയാണ് ചെയ്തെടുക്കേണ്ടത്. അത് യെല്ലോയാണ് വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് അതൊന്ന് ചെയ്തെടുത്തിട്ട് വരാം. ഇനി ലാസ്റ്റ് ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ 2 എഡ്ജസും നമുക്ക് ഒന്നിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യണം.
ഇപ്പോൾ ഒരു ചെയിൻ സ്റ്റിച്ച് ഓൾറെഡി ചെയ്തു. ഇനി ഇതുപോലെ ഒന്ന് നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ആണൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ആണിതിലൂടെ ഒന്ന് എടുത്തിട്ട് നല്ലോണം ടൈറ്റ് ആക്കി കൊടുക്കാം. ഇനി നമുക്കിത് ബോഡിയിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ടെയിൽ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് സ്കാർഫാണ് ഉണ്ടാക്കേണ്ടത്. കഴുത്തിൽ ചുറ്റി കൊടുക്കാൻ ഒരു സ്കാർഫ് ഉണ്ടാക്കിയെടുക്കാം. അതിന് ഞാൻ എടുത്തിട്ടുള്ളത് 8 പ്ലേ ആണ്. അതുപോലെ തന്നെ 3.5 mm ഹൂക്കാണ് എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്കൊരു സ്ലിപ്പ് നോട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്ലിപ്പ് നോട്ട് ചെയ്തിട്ട് നെക്സ്റ്റ് ഞാനിവിടെ 62 ചെയിൻ സ്റ്റിച്ചസ് ആണ് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ യാണിൻ്റെ തിക്നെസ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഈ ചെയിൻ സ്റ്റിച്ചസിലെ മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. ഇനി നമുക്ക് ഒന്ന് ടേൺ ചെയ്യാം. അതുപോലെ ഫസ്റ്റ് ഒരു സ്റ്റിച്ചിലേക്ക് ഒരു ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ ഹാഫ് ഡബിൾ ക്രോഷേൻ്റെ ഈ ലൂപ്പിലൂടെ നമുക്ക് നീറ്റിലെടുക്കാം. അതുപോലെ തന്നെ നെക്സ്റ്റ് ചെയിനിലൂടെ നമുക്ക് യാണൊന്ന് പുള്ള് ചെയ്തെടുത്ത് ഈ 3 ലൂപ്പിൻ്റെ ഉള്ളിലൂടും കൂടെ യാണ് പുള്ള് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാം. ഇതുപോലെ 2 ലെയർ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്.
ഇനി നമുക്കിത് ജിറാഫിൻ്റെ കഴുത്തിൽ ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ 2 അറ്റവും നമുക്കൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കാം. ഇനി 2 എൻഡും ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വേറൊരു